മക്കളെ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. കുശാൽ നഗർ പോയി, കട്ടപ്പന പോയി, ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, 1.5 മാസത്തെ ജോലി കിട്ടി, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ആ ജോബിൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി, ഞങ്ങളെല്ലാവരും റെഡിയായി. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി ഇറങ്ങും. അപ്പം കമ്പനി തന്നെ നമുക്ക് എല്ലാവർക്കും സ്കൂട്ടി തന്നിട്ടുണ്ട്. 12 പേർക്ക് കൂടി 6 സ്കൂട്ടി, ഒരു സ്കൂട്ടിയിൽ 2 പേർ അങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോരോ ബഡ്ഡി ടീമായിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ഇന്ന് വന്നിട്ട് എൻ്റെ ടീംമേറ്റ് ആഡമായിരുന്നു. ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ഞങ്ങൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഫുഡ് കഴിക്കും. കാരണം ഉച്ചയ്ക്ക് ലേറ്റ് ആയിട്ടായിരിക്കും കഴിക്കാൻ പറ്റുക. അപ്പം വിശപ്പ് ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ നന്നായി കഴിക്കും. അപ്പോൾ ആഡം എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ ഒരു എന്താ പറയുക, നമ്മുടെ കൂടെ വരുന്ന ആൾ ഒരു 4-5 കിലോമീറ്റർ അപ്പുറം ഉണ്ടാവും. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോഫി റിലേറ്റഡ് ആയിട്ടുള്ള ഫാമേഴ്സിനെ പോയി കാണുക. നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവും. അതിങ്ങനെ നമ്മൾ ഫോണിൽ ഫീഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അവരുടെ ഫാം പോയി കാണുക, അവിടുന്ന് കുറച്ച് ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ ഒരു ദിവസം വന്നിട്ട് 5 ഫാർമറെ എടുക്കണം, ഒരു വർക്കറെ എടുക്കണം. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ രാവിലെ ഒരു 9:30 ആകുമ്പോൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 2:30-3 മണി മാക്സിമം സ്പീഡിലൊക്കെ തീർക്കുന്ന ആൾക്കാർക്ക് 2-2:30 ആകുമ്പോൾ തീർക്കാൻ പറ്റും കേട്ടോ. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ കൂടെയുള്ള ബഡ്ഡിയും തീർക്കണം, എന്നാലേ നമുക്ക് റൂമിലേക്ക് വരാൻ പറ്റൂ. അങ്ങനെ ഞാൻ ആഡമിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ബേസിക്കലി ഇതാണ് നമുക്ക് ഒരു ദിവസത്തെ വർക്ക്. കാണുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ അല്ല. 5 ഫാമേഴ്സിനെ കാണണം, അത് കാപ്പി കർഷകർ തന്നെ ആയിരിക്കണം. പിന്നെ അവർ നമുക്ക് സർവേ തരാൻ തയ്യാറാവണം. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് അവർ സർവേ ഒക്കെ തരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നേരെ പിന്നെ റൂമിൽ തന്നെ പോയിരിക്കും. പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടാവും, ആരും എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ എന്തായാലും ഞാൻ ചെന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നു. ഗൈസ്, നമ്മൾ അങ്ങനെ സർവേ ഒക്കെ കഴിഞ്ഞ് ഫുൾ പണിയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ സർവേക്ക് പോയാലുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ലത് കാണിക്കാം. ഓക്കെ, പാഷൻ ഫ്രൂട്ട്, ആപ്പിള് തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് നല്ല സ്നേഹമുള്ള ചേച്ചി ചേട്ടന്മാർ തരും. എനിക്ക് ഒന്നേലും തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിച്ചു പറഞ്ഞപ്പോ എനിക്ക് സ്നേഹമുള്ള കാരണം അവർക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാഗിൽ ഇട്ടപ്പോ എനിക്ക് പറഞ്ഞ എന്നാ അവർക്ക് എല്ലാവർക്കും കൊടുക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ. എന്ത് സ്നേഹം. ചിലരൊക്കെ നമുക്ക് ചോറ് തരും, ചിലർ വീട്ടിൽ കയറ്റാതെ ഇരിക്കും. ചോറ് തരുന്ന എക്സ്ട്രീമും പോകാറുണ്ട്, വീട്ടിൽ കയറ്റാത്ത എക്സ്ട്രീമും പോകാറുണ്ട്. പക്ഷെ കൂടുതലും നമുക്ക് ഫുഡൊക്കെ തന്ന് വെള്ളവും ലൈമ്, ഓറഞ്ച് ജ്യൂസ്, മീൻ വറുത്തത് അതൊക്കെ തരുന്ന ഭയങ്കര സ്നേഹമുള്ള സ്ഥലമൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ സർവേ ഒക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ രാത്രി ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു QC സെഷൻ ഉണ്ട്. അതാണിത്. നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് പോയ സമയത്തുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലാഗ് വന്നിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്യുക, അതൊക്കെ ഉള്ളൂ. അതൊരു 1/2 മണിക്കൂറൊക്കെയാണ്. പക്ഷെ നമ്മൾ വർത്താനം പറഞ്ഞാൽ അത് കുറേ ആക്കും, അതാണ് കാര്യം. പിന്നെ എന്താ, ഭക്ഷണം കഴിച്ച് പിന്നെ ഫുൾ ഫണ്ണാണ്. ചിലപ്പോൾ നമ്മൾ വേഗം കിടന്നുറങ്ങും, ചിലപ്പോൾ നമ്മൾ റീൽസൊക്കെ എടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു ഇന്യൂമറേറ്റർ ആയിട്ടുള്ള ഒരു ദിവസത്തെ പരിപാടികൾ. അപ്പോൾ നല്ല ഫണ്ണായിട്ട് സെയിം വൈബുള്ള ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. ഫുൾ ടൈം എൻജോയ് ചെയ്ത് നടക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ബിലോ. ബൈ.